അടുത്തത് അയോധ്യയിൽ നിന്നുള്ള ഒരു കൗതുക കാഴ്ച. അയോധ്യയുടെ വികസന വഴിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് അവിടുത്തെ ഇലക്ട്രിക് വാഹനങ്ങൾ. പൊതുഗതാഗതം പൂർണ്ണമായും ഇലക്ട്രിക് സർവീസിലേക്ക് മാറിക്കഴിഞ്ഞു. 10 രൂപ കൊടുത്താൽ അയോധ്യ നഗരത്തിൽ എവിടെയും സഞ്ചരിക്കാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. രാവിലെ 8 മുതൽ രാത്രി 8 മണി വരെ ബൈക്കുകൾ ഒഴിച്ചുള്ള സ്വകാര്യ വാഹനങ്ങൾക്ക് രാംപത്തിൽ പ്രവേശനമില്ല. നഗരത്തിന്റെ പുറത്തുനിന്ന് വരുന്നവർക്ക് പൂർണ്ണമായും ആശ്രയം ഇലക്ട്രിക് വാഹനങ്ങൾ, ഇലക്ട്രിക് ഓട്ടോകളും പിന്നെ ഇലക്ട്രിക് ബസ്സുകളും. ക്ഷേത്ര നഗരിയിലുള്ള 6 കിലോമീറ്റർ ഈ വാഹനങ്ങൾക്ക് മാത്രമാണ് അനുമതി. ई रिक्शा भी है ना जी, कोई अलग गाड़ी नहीं भेजता? नहीं आता है सर। आता है हाँ। जब टाइमिंग होता है खुला रहता है, हाँ। भीड़ भाड़ कम रहता है तो आता है। लेकिन टाइमिंग कब है अलग गाड़ी के? टाइमिंग का कोई क्लियर नहीं रहता, जब भी भीड़ बढ़ जाता है जब भी बंद कर देते हैं। बंद करता है हाँ। कितना ये रश है इधर? इसका कोई अंदाज नहीं है सर। बहुत है हाँ बहुत। तो ये अयोध्या मंदिर खुलने के बाद बहुत हो गया। हाँ मंदिर प्राण प्रतिष्ठा होने के बाद में हाँ बहुत सारे हो गए। बहुत सारे हो गए। रिक्शा बहुत कम चलता है, जैसे कोई आता है रिक्शा बंद कर देते हैं, वही वो वाला रिक्शा चलाते हैं। अलग गाड़ी नहीं वही चलती है। जब कोई नहीं आते हैं तो ये रिक्शा चलता है। 100ഓളം ഇലക്ട്രിക് ഓട്ടോകൾ നഗരത്തിൽ സർവീസ് നടത്തുന്നു. ഒരാൾക്ക് 10 രൂപയാണ് നിരക്ക്. കൂടാതെ ഇലക്ട്രിക് ബസ്സുകളും നിരത്തിലുണ്ട്. മാറും നഗരത്തിന്റെ വികസനത്തിന്റെ മുഖമായി മാറുകയാണ് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ. അപ്പോ നമുക്ക് ഈ റിക്ഷകളാണ് ഇവിടുത്തെ യാത്രയ്ക്കുള്ള പ്രധാന ആശ്രയം. കാരണം ഇതിനപ്പുറത്ത് ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വർദ്ധിപ്പിച്ച പശ്ചാത്തലത്തിൽ മറ്റു വാഹനങ്ങൾക്കൊന്നും പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ ഈ റിക്ഷകളിലാണ് ഇപ്പോൾ നമ്മൾ വന്ന സമയത്തേക്കാളൊക്കെ കൂടുതൽ, ഒരു വർഷത്തേക്കാളൊക്കെ കൂടുതൽ വന്നപ്പോഴേക്ക് 5000-6000 ഈ റിക്ഷകളുടെ ഒരു വലിയ ഓട്ടം തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ റിക്ഷകളിലൂടെ സഞ്ചരിച്ചാണ് രാമക്ഷേത്രത്തിലേക്ക് എത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. പ്രശാന്തിനൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, അയോധ്യ.